മതങ്ങളാൽ മതങ്ങൾക്കു വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ നയിക്കുന്ന സംവിധാനമാണല്ലോ നമ്മുടെ നാട്ടിലിപ്പോൾ ജനാധിപത്യം. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തിയ 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്കിലും ഈ ഇരട്ടത്താപ്പ് കാണാം. സമരത്തിൻ്റെ കുത്തക കച്ചവടക്കാർ പറഞ്ഞത് ഈ സമരം ജനങ്ങൾക്കു വേണ്ടി എന്നാണ്. അന്നു വേണ്ട അപ്പത്തിനു വേണ്ടി പുറത്തിറങ്ങുന്ന പാവപ്പെട്ടവനെ തൊഴിലെടുക്കാൻ അനുവദിക്കാതിരുന്നവർ 2 കൂട്ടരെ പ്രത്യേകം സമരത്തിൽ നിന്ന് ഒഴിവാക്കി. ശബരിമല തീർത്ഥാടകരെയും മാരാമൺ കൺവെൻഷനിൽ പങ്കെടുക്കുന്നവരെയും. വളരെ നേരത്തെ പ്രഖ്യാപിച്ച പണിമുടക്കായിരുന്നല്ലോ നടന്നത്. സമര നേതാക്കൾക്ക് നട്ടെല്ലുണ്ടെങ്കിൽ പറയണമായിരുന്നു, ഈ 24 മണിക്കൂറിൽ ആരും ശബരിമലയിലേക്കും മാരാമണ്ണിലേക്കും പുറപ്പെടരുത് എന്ന്. തൊഴിലാളി സ്നേഹത്തെക്കാൾ വോട്ട് കച്ചവടം തൊഴിലാക്കിയ നിങ്ങൾക്ക് ജനങ്ങളെ പേടിയില്ല. പക്ഷേ മതങ്ങളെയും സമുദായങ്ങളെയും അവരുടെ നേതാക്കളെയും ഒക്കെ പേടിയാണ്. നാട്ടിൻപുറങ്ങളിലെ ഒരു പെട്ടിക്കട പോലും തുറക്കാൻ അനുവദിക്കാത്ത നിങ്ങൾ ശബരിമലയിലെയും മാരാമണ്ണിലെയും കച്ചവട സ്ഥാപനങ്ങൾ അടപ്പിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? കുമ്പിട്ട് ബഹുമാനിക്കേണ്ടവരെയും താണു വീണ് വണങ്ങേണ്ടവരെയും ഒക്കെ നിങ്ങൾക്കപ്പോൾ നന്നായി അറിയാം. ദോഷം പറയരുതല്ലോ. സമരക്കൂട്ടം കേരള, MG, കാലിക്കറ്റ് സർവകലാശാലകൾ നടത്താനിരുന്ന പരീക്ഷകളെല്ലാം മാറ്റിവെപ്പിച്ചിരുന്നു. അല്ലെങ്കിലും പരീക്ഷ നിങ്ങളുടെ പ്രശ്നമല്ലല്ലോ. കുട്ടികൾ കൃത്യമായി പരീക്ഷ എഴുതിയാൽ നാളെ നിങ്ങളെ ചുമക്കാൻ ആളുണ്ടാവില്ലല്ലോ. നിങ്ങളെ ചുമക്കുന്ന ചുമട്ടു തൊഴിലാളികളായി അവർ വളരട്ടെ. വികസന യുഗവും പുതുയുഗവും നീണാൾ വാഴട്ടെ.